ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന അജ്മാൻ ബീച്ചിൽ പോയൊരു കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അജ്മാൻ കോർണിഷിലൂടെ നൈറ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, എങ്കിൽ പിന്നെ നിനക്ക് ബീച്ചോട് പറഞ്ഞൂടെ, ഇപ്പോൾ ബീച്ചിലെല്ലാം ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്, നീ പണ്ട് വന്നതുപോലെയല്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് ഞാനൊന്ന് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയതാണ്. ഇപ്പോൾ നമ്മൾ കോർണിഷിൻ്റെ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇതാ ഇൻ്റർലോക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞാൻ വന്ന ടൈമിൽ അവിടെ വെറും കല്ല് മാത്രം അടുക്കിയിട്ടേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതേപോലെ തന്നെ ബീച്ചിനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഏരിയയിൽ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടും മറ്റൊരു ഏരിയയിൽ ഫാമിലീസിനും ലേഡീസിനും വേണ്ടിയിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ബാച്ചിലേഴ്സിന് വേണ്ടി തന്നെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഫാമിലിക്ക് വേണ്ടി വേറൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയ ഒരു ടൈമാണിത്. ഇപ്പം അറിയാം, യുഎയിലെ ക്ലൈമറ്റ് വെച്ചിട്ട് നല്ല ചൂടാണ്, എന്നാലും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും രാത്രിയാകുമ്പോൾ ഇവിടെ അതുപോലെ ആൾക്കാരുണ്ടാവും. ഈ ഒരു ടൈമിൽ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നൈറ്റിൽ ഇതിനെക്കാട്ടിലും ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് കേട്ടോ, ഫാമിലിക്ക് വേണ്ടി ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ. ഇതിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സെക്യൂരിറ്റിയോ പോലീസോ ആരെങ്കിലും വന്നിട്ട് അവരെ തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് കയറ്റി വിടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതവിടെ സെക്യൂരിറ്റി എപ്പോഴും റൗണ്ട് അടിക്കുന്നുണ്ടാവും. അതുപോലെ ഇതവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായൊരു പ്ലേ ഗ്രൗണ്ടാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപാട് ആൾക്കാർ അവിടെ കളിക്കുന്നുണ്ട്. അതുപോലെ കടലിലെ തിര വരുന്നുണ്ടോ, നമ്മുടെ നാട്ടിലെ തിരേൻ്റെ അത്ര ഒരു പവർ എനിക്കിവിടെ തോന്നിയില്ല. അങ്ങോട്ടേക്ക് പോകുമ്പം കണ്ട കുറച്ച് കാഴ്ചകളാണ്. ഇതല്ലാണ്ട് വേറെ വേസ്റ്റൊന്നും ഇവിടെ കാണാനില്ല. കാരണം അത്രയും ക്ലീനായിട്ടാണ് ഈ ഒരു ഏരിയ കാണുന്നത്. ഒരു മീനിൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെയുള്ളൊരു ഹോട്ടലിൻ്റെ ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രൈവറ്റ് ബീച്ചാണ്. ആ ഒരു ഏരിയ, കുറച്ച് ഏരിയ പ്രൈവറ്റ് ബീച്ചായിട്ട് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോട്ടൽ കസ്റ്റമേഴ്സിന് മാത്രമേ അതിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ കേട്ടോ. സെക്യൂരിറ്റി അവിടെ ഫൈനൊക്കെ വന്ന് ചേട്ടന്മാരെല്ലാം പിടിച്ച് അപ്പുറത്തേക്ക് വിടുന്ന. ഇതാ ഇപ്പോഴും ബീച്ചിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു ഭാഗമാണ്. ഇപ്പോഴും അവിടുത്തെ പണി തീർന്നിട്ടില്ല. ഇപ്പോഴും വീണ്ടും എന്തൊക്കെയോ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും നമ്മുടെ കോർണിഷിൻ്റെ ഏരിയ തന്നെ വന്നു. അങ്ങനെ ഒരു ചായ എല്ലാം കുടിച്ച് നേരെ തിരിച്ച് റൂമിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ പുതിയൊരാളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.